നമസ്കാരം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആളൊരു രസികനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസവും അദ്ദേഹം തൻ്റെ ആ കഴിവ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. അതെന്താണെന്നല്ലേ ഇതാ ഒന്ന് കണ്ടുനോക്കാം. ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ വേണ്ടി പോയിരുന്നില്ല. ആ ധർമ്മേന്ദ്രനെ പ്രധാനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടുക്ക് ഗണപതി, അപ്പുറത്തെ ധർമ്മേന്ദ്ര പ്രധാൻ, ഇപ്പുറത്ത് ഞാൻ, ഉദ്യോഗസ്ഥന്മാർ വേറെ. ഉദ്യോഗസ്ഥന്മാരെല്ലാം ഗണപതി ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഗണപതി ഭഗവാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഈ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിറയെ ഹൈന്ദവ ദൈവങ്ങളുടെ ശില്പങ്ങളും രൂപവും പോസ്റ്ററും ഒക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നടുക്ക് തന്നെ ഗണപതിയുടെ ശില്പമൊക്കെ വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് കേട്ടോണ്ട് ഇളിച്ചുകൊണ്ട് നിന്ന ഒരൊറ്റ മാധ്യമപ്രവർത്തകർ പോലും ഒരേ ഒരു ചോദ്യം വി ശിവൻകുട്ടിയോട് ചോദിച്ചില്ല. വി ശിവൻകുട്ടി ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഉപകാരമായി കൊടുത്തത് എന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഈ വി ശിവൻകുട്ടിയുടെ രസികത്വം അവിടെ കൊണ്ട് തീർന്നേനെ. എന്തായിരുന്നു വി ശിവൻകുട്ടി കൊടുത്ത ഉപഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശ്രീ പത്മനാഭനുണ്ടല്ലോ, ഈ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ള ആ അനന്തശയനത്തിൻ്റെ ആ ശില്പം, ആ രൂപമുണ്ടല്ലോ, അതാണ് അദ്ദേഹം ഉപഹാരമായിട്ട് കൊടുത്തത്. ഹിന്ദു ദൈവമല്ലേ? തീർച്ചയായിട്ടും അതെ. അതിനൊപ്പം തന്നെ അദ്ദേഹം ശബരിമലയിലെ അരവണപ്രസാദവും കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഈ മനുഷ്യൻ്റെ പേരെന്താണ്? വി ശിവൻകുട്ടി എന്നാണ് പേര്. അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ശിവൻ്റെ കുട്ടി, അത് ഗണപതിയെ തന്നെയാണ്. അങ്ങനത്തെ ഒരു പേര് അദ്ദേഹം ചുവന്നുകൊണ്ട് നടക്കുന്ന ആളാണ്. ശരി, അത് മാതാപിതാക്കൾ ഇട്ടതല്ലേ എന്ന് വെക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണെന്ന് അറിയാമോ? പി പാർവതി ദേവി എന്നാണ്. പി പാർവതിയല്ല, പാർവതി ദേവി എന്നാണ് അവരുടെ മുഴുവൻ പേര്. ആരുടെ മകളാണെന്നറിയാമോ? പി ജി എന്നറിയപ്പെടുന്ന പി ഗോവിന്ദപിള്ളയുടെ മകളാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ, അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ, ശിവൻകുട്ടിയുടെ മകൻ്റെ പേരെന്താണെന്നറിയാമോ? പി ഗോവിന്ദ് ശിവൻ എന്നാണ്. അതായത് അപ്പൂപ്പൻ്റെയും അപ്പൻ്റെയും കൂടെ പേര് ചേർത്ത് ഇട്ട പി ഗോവിന്ദ് ശിവൻ എന്നാണ്. അതായത് ഒരു കുടുംബത്തിൽ തന്നെ മുഴുവൻ ദൈവങ്ങളുടെ പേരാണ്. അത് അമ്മായിയപ്പനാവട്ടെ, ഭാര്യയാവട്ടെ, ഇനി അയാൾ തന്നെ ആവട്ടെ, അയാളുടെ മകനാവട്ടെ, എല്ലാവരുടെയും പേര് ദൈവത്തിൻ്റെ പേരിട്ടിരിക്കുന്ന മനുഷ്യനാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ ദൈവങ്ങളുടെ രൂപമാണ്. ആണെങ്കിൽ എന്ത്, അവർ ദൈവവിശ്വാസമില്ലാത്ത രാഷ്ട്രീയ നേതാക്കളല്ലല്ലോ. അവർ ദൈവവിശ്വാസികളാണെന്നും അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ആ ദൈവങ്ങളെ അവർ വിശ്വസിക്കുന്നവരാണെന്നും ആ ദൈവങ്ങളുടെ മുന്നിൽ അവർ വണങ്ങുമെന്നും തൊഴുമെന്നും എല്ലാവർക്കും അറിയാം. ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല അവർ. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഞങ്ങൾ ദൈവവിശ്വാസമില്ല എന്ന് പറയുകയും ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ദൈവങ്ങളുടെ പേരിടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് പരിപാടിയൊന്നും അവർ കാണിക്കുന്നില്ല. ഇതൊക്കെ ചെറുതാണ്. ഇതിൻ്റെ വലുതൊരു സംഗതി ഞാൻ കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ്, അതായത് പി ജി എന്ന പി ഗോവിന്ദപിള്ളയുടെ 100ാം ജന്മവാർഷികം അവരാഘോഷിച്ചത്. അതിന് ഈ രാമഗാനാർച്ചനയാണ് നടത്തിയത്. അത് എവിടെയാണെന്നറിയാമോ? AKG ഹാളിൽ. AKG ഹാളിൽ അത് ഉദ്ഘാടനമൊക്കെ ചെയ്ത ആരെന്നറിയാമോ? പിണറായി വിജയനാണ് അതിൻ്റെ ഉദ്ഘാടകരായിരുന്നത്. ഈ ബൃന്ദാക്കാരട്ടുണ്ടായിരുന്നു അവിടെ. അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഇവരുടെ കുടുംബക്കാരും എല്ലാവരും ഉണ്ടല്ലോ. ഗായത്രി എന്ന് പറഞ്ഞ ഗായികയാണ് ആ ഗാനാർച്ചന നടത്തിയത്. എന്തായിരുന്നു ഗാനാർച്ചന എന്നറിയാമോ? കണ്ടോക്ക്. രാമനാമമാണ്, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ പി ജിക്ക് എന്താണോ ഇഷ്ടം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പി ജി ഒരു വിശ്വാസിയായിരുന്നു എന്നതിനെപ്പറ്റി ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. പി ജി മരണം വരെ വിശ്വാസിയായിരുന്നു, വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇട്ടുകൊടുത്ത പേര് പി പാർവതി ദേവി എന്നായിരുന്നു പേര്. ഈ പി പാർവതി ദേവിനെ ശിവൻകുട്ടി കല്യാണം കഴിക്കുമ്പോൾ ശിവൻകുട്ടി SFI വഴി CPMൻ്റെ നേതാവായി കഴിഞ്ഞിരുന്നു. അങ്ങനെ നേതാവായി കഴിഞ്ഞ വ്യക്തിയാണ് ഈ പാർവതി ദേവിനെ വിവാഹം കഴിക്കുന്നത്. അവർക്കുണ്ടായ കുട്ടിക്ക്, അതായത് മകന് പേരിട്ട് കൊടുത്തത് ഗോവിന്ദ് ശിവൻ എന്നൊക്കെ. അങ്ങനെ വീട്ടിൽ തന്നെ മുഴുവൻ ഈ ദൈവനാമങ്ങളാണ്. അദ്ദേഹമാണ് കൊണ്ട് ഉപകാരമായിട്ട് ഈ ശ്രീ പത്മനാഭൻ്റെ അനന്തശയനം ശില്പം കൊണ്ടു കൊടുത്തത്. അങ്ങനെയൊക്കെ ചെയ്ത സ്വന്തം അമ്മായിയപ്പൻ്റെ ജന്മവാർഷികം പോലും രാമനാമം വെച്ച് ആചരിച്ച ആ മനുഷ്യനാണ് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഹൈന്ദവ ദൈവങ്ങളായിരുന്നു. അതിനെന്താ കുഴപ്പം? എന്താണ് ഇതൊക്കെ ഒരു വിഷയമാണോ? ഈ കമ്മ്യൂണിസ്റ്റുകാർ 2025 പോലെ ഈ നടപ്പ് വർഷത്തിൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും കത്തി നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയം എളിഭ്യരാവരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊക്കെ വെറും അല്പത്തരമാണ് കേട്ടോ. ആളുകൾ നിങ്ങളോട് തന്നെ ചോദിക്കും, നിങ്ങൾ എന്ത് പ്രഹസനമാണ് ഈ കാണിക്കുന്നതെന്ന്.